അപ്പം നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗായാലും ഓഫീസിൽ നിന്ന് വന്ന ശേഷം ഇന്നൊരു പ്രോൺസ് ബിരിയാണി തട്ടിക്കൂട്ടാനുള്ള തിരക്കിലാണ്. പ്രോൺസൊക്കെ നേരത്തെ മസാല വരട്ടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ട ഐറ്റംസ് എല്ലാം റെഡിയാക്കാം. അല്ല, ഈ ഗർഭിണികൾ ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നന്നായിരുന്നപ്പോഴത്തേക്കും കണ്ണൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതാണ് എൻ്റെ മുഖത്ത് ഇത്രമാത്രം എക്സ്പ്രഷൻസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അരിയാനുള്ളതൊക്കെ ഞാൻ അരിയുമ്പോഴും അവനെൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെ നടപ്പുണ്ട്. അങ്ങനെ അരി വെള്ളത്തിലിട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചാൽ അരിയൊക്കെ വെള്ളത്തിലിട്ട ശേഷം ഞാൻ കുളിക്കാൻ പോയി. കണ്ണനെ പഠിക്കാൻ ഇരുത്തിയിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത്. ഞാൻ ഇറങ്ങുമ്പോൾ കണ്ണൻ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതാണ് എൻ്റെ മുഖത്ത് ആ ഒരു ലുക്ക് വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പ്രോൺസ് വറുക്കാനിട്ടു. ആ സമയത്ത് കച്ചൻ പറഞ്ഞ് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞു ഷെഫ്. ആ തക്കാളിനെ കൊന്നെടുത്താണ് അരിഞ്ഞ് വന്ന് എനിക്ക് തന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബിരിയാണിക്കുള്ള സെറ്റപ്പിൽ തുടങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി വെക്കുന്ന ആസ്ഥാന ചെമ്പ്. അങ്ങനെ ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും അതിലാക്കിയിട്ട് അടച്ച് വെച്ച ശേഷം ഞാൻ ക്ലീനിങ് തുടങ്ങി. തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞു ഷെഫ് അടുക്കള വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ബിരിയാണി എന്തായെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പിന്നെ ഈ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ എവിടെയോ പോയി. അത് കഴിഞ്ഞ് എല്ലാം ക്ലീനൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ തുടച്ചൊക്കെ ഇട്ട ശേഷം ഞാനും കണ്ണനും കൂടി പഠിക്കാനിരുന്നു. ഇന്നിപ്പം നിതീഷേട്ടനില്ല, നിതീഷേട്ടൻ വടംവലിക്ക് പോയേക്കുന്ന ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ പഠിച്ച് നാളെ എക്സാമാണ് ചെക്കന്. പഠിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി തിന്നാനിരുന്നു. ആ ബിരിയാണി ഒന്ന് സെറ്റാവാനുള്ള ക്ഷമ പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി കൊടുത്തിട്ട് എങ്ങനെയുണ്ടടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും സൂപ്പറാ അമ്മയെന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്നോട് ചോദിച്ചത് അവൻ്റെ കച്ചമ്പറിലെ തക്കാളിയുടെ അഭിപ്രായമാണ്, കാരണം കുട്ടിയാണ് അത് അരിഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു തക്കാളി സൂപ്പറാടാ എന്ന് പറഞ്ഞപ്പോൾ അവനും ഹാപ്പി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോയി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബായ്.